ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ നിലപാട് പറയാൻ കെ സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ദില്ലിയിലാണ് വാർത്താ സമ്മേളനം, നിർണായകമായ വാർത്താ സമ്മേളനം. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായും സുധാകരൻ അനുയായികളുമായും കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നത്. നിർണായകമായ തീരുമാനത്തിനു വേണ്ടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു. നാളെ കെ സുധാകരന്റെ നിർണായകമായ വാർത്താ സമ്മേളനം ദില്ലിയിൽ നടക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഷിപാൽ, നിർണായകമായ വാർത്താ സമ്മേളനമാണ്, എന്തും സംഭവിക്കാം അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം കെ സുധാകരന് സീറ്റ് ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആദ്യ പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിലപാട് പറയാൻ മാധ്യമങ്ങളെ കാണുന്നത്. കാരണം കെ സുധാകരൻ ഉൾപ്പെടെ മത്സരിക്കാൻ സന്നദ്ധരായ എംപിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു. അനുനയ നീക്കത്തിന് വഴങ്ങാതെ ദില്ലിയിലെ വീട്ടിൽ തന്നെയായിരുന്നു കെ സുധാകരൻ. പ്രധാനപ്പെട്ട പല നേതാക്കളുമായും ഒപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന പലരുമായി ആശയവിനിമയം നടത്തിയെങ്കിലും അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡുമായി ബന്ധപ്പെടാൻ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തല അനുനയത്തിന് വന്നെങ്കിലും വഴങ്ങാത്ത കെ സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണുന്നു. ഉച്ചയ്ക്ക് മുമ്പ് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് പറയുമെന്നാണ് കെ സുധാകരൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും കെ സുധാകരന്റെ പ്രതികരണം എന്നതാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്. അസ്വസ്ഥനാണ് കെ സുധാകരൻ. എം കെ രാഘവൻ അടക്കം മത്സരിക്കാൻ അവസരം ലഭിക്കാത്ത വലിയൊരു കൂട്ടം നേതാക്കളുണ്ട് അസ്വസ്ഥരായി. അവരെയൊക്കെ ചേർത്ത് നിർത്തി ഏതെങ്കിലും തരത്തിൽ വിമത നീക്കം കെ സുധാകരൻ നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. പാർട്ടിക്കൊപ്പം എല്ലാ കാലത്തും നിൽക്കുന്നു എന്നതാണ് കെ സുധാകരന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയം, CPM രാഷ്ട്രീയത്തിനെതിരെ പടപൊരുതിയ നേതാവ് എന്ന നിലയിൽ അങ്ങനെ പാർട്ടിയെ വെട്ടിലാക്കില്ല കെ സുധാകരൻ എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെങ്കിൽ അസ്വസ്ഥനായ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ തന്നെ അവരുടെ പ്രതികരണം തെളിവുകളിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് കെ സുധാകരൻ ആ പ്രവർത്തകർക്കൊപ്പം എല്ലാ ഘട്ടത്തിലും പ്രവർത്തകർ നയിക്കുന്ന ഒരു നേതാവ് എന്നാണ് കേരളത്തിലെ കോൺഗ്രസിൽ കെ സുധാകരൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കെ സുധാകരനെ ചതിച്ചു എന്നൊരു ഫീലിംഗ് കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർക്കുണ്ടോ? കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ അന്ന് കെ സുധാകരന് കൊടുത്ത ഉറപ്പുകളിലൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പരിഗണിക്കാം എന്നുള്ളതാണ്. അന്ന് ആ പ്രതീക്ഷയിലാണ് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നത്. പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയേ താൻ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നിറങ്ങൂ എന്നാണ് അന്ന് കെ സുധാകരൻ പറഞ്ഞതെങ്കിലും ഇടവേളയിൽ കെ സുധാകരന് മാറേണ്ടി വരുന്ന സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ സമയത്ത് കെ സുധാകരൻ മാറുമ്പോൾ ഇങ്ങനെയൊരു ഉറപ്പ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ അനുയായികൾ വിശ്വസിക്കുന്നത്. ആ കെ സുധാകരനെ പാർട്ടിയും KCയും സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ച് സണ്ണി ജോസഫ് വഞ്ചിച്ചു എന്നാണോ കെ സുധാകരന്റെ അനുയായികൾ കരുതുന്നത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് കെ സുധാകരന്റെ അനുയായികൾ കരുതുന്നത്. KPCC അധ്യക്ഷ പദവിയിൽ കെ സുധാകരനെ മാറ്റി പകരം പ്രതിഷ്ഠിക്കപ്പെട്ട സണ്ണി ജോസഫ് എല്ലാ കാലത്തും കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്നു. അങ്ങനെയുള്ള സണ്ണി ജോസഫ് എത്തിയിട്ട് സണ്ണി ജോസഫ് ചതിച്ചു എന്ന ഒരു വിലയിരുത്തലിലേക്ക് സുധാകരപക്ഷം എത്തുകയാണ്. അതാണ് ചിലയിടങ്ങളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ സണ്ണി ജോസഫിനെതിരെയുള്ള ഒരു വികാരം സുധാകരന്റെ അനുയായികളിൽ പ്രതിഫലിച്ചു തുടങ്ങി. അവർക്ക് ആ വികാരം ആളിക്കത്തുകയാണ്. അത് സ്വാഭാവികമായും കെ സുധാകരനുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവരുടെ പ്രതിഷേധം സുധാകരനെ അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നത്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വീണ്ടും സുധാകരനുമായി ആശയവിനിമയം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും നിർണായക ഘട്ടമാണ്. ഒന്നാം ഘട്ട പട്ടിക മാത്രമാണ് പുറത്തു വന്നത്. ആദ്യ പട്ടിക പുറത്തു വന്ന മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും സുധാകരൻ തീരുമാനിക്കുകയാണ് വാർത്താ സമ്മേളനത്തിന്. നാളെ രണ്ടാമത്തെ പട്ടിക വരുന്നു. അതിനു മുമ്പ് സുധാകരൻ പ്രതികരിച്ചാൽ കണ്ണൂരിൽ സീറ്റ് ലഭിക്കില്ലെന്ന ഉത്തമ ബോധ്യം ഒരുപക്ഷെ സുധാകരന് ഉണ്ടായിട്ടുണ്ടാകാം. ചെറിയൊരു പ്രതീക്ഷ ഒരുപക്ഷെ സുധാകരന്, കാരണം സണ്ണി ജോസഫ് അടക്കം മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അത് AICCക്ക് നൽകിയിരുന്നു രമേശ് ചെന്നിത്തല വഴി. അത് ബോധ്യമായി AICC ഒരു തിരുത്തലിന് തയ്യാറാകുമോ എന്ന ഒരു പ്രതീക്ഷ കെ സുധാകരൻ ഉണ്ടായി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനത്തിന് സുധാകരൻ കാതോർത്ത് ദില്ലിയിൽ തന്നെ തുടർന്നത്. ഇനി ഏതായാലും മണിക്കൂറുകൾക്കപ്പുറത്ത് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ കൂടി കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും. അതുവരെ കെ സുധാകരൻ കാത്തിരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. നാളെ ഉച്ചയ്ക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് കെ സുധാകരനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് ദില്ലിയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ എന്താണ് പറയാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. ആർക്കെതിരെയാണ് വിമർശനം എന്നത് ഏറ്റവും പ്രധാനം. ആർക്കെതിരെയാണ് കൂരമ്പുകൾ സുധാകരൻ എയ്യുക എന്നതാണ് പ്രധാനം. സണ്ണി ജോസഫാണ് സുധാകരന്റെ ഏറ്റവും പ്രധാന ശത്രുപക്ഷത്തായി ഇപ്പോൾ സുധാകര പക്ഷം നിലനിർത്തുന്നത്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി നേരത്തെ തന്നെ കെ സുധാകരൻ ഇടഞ്ഞതാണ്. അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും അത് പരസ്യമായി തന്നെ ആ തർക്കം പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുധാകരന്റെ ഇനിയുള്ള നീക്കങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. റോഷിപാലാണ് വിവരം നൽകിയത്.